Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. ഇന്നത്തെ കഥയുടെ തലക്കെട്ട് ദ റെസ്ലർ ആൻഡ് ദ ലയൺ. ഈ കഥയിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും പുതിയ വാക്കുകളോ പുതിയ പ്രയോഗങ്ങളോ പഠിക്കാനായിട്ട് സാധിക്കും. ഇൻ എ certain village there lived a man named മൈക്കൽ. ഇൻ എ certain village, ഏതോ ഒരു ഗ്രാമത്തിൽ, there lived, അവിടെ ജീവിച്ചിരുന്നു, എ മാൻ, ഒരു പുരുഷൻ, നെയ്മഡ് മൈക്കൽ, നെയ്മഡ് എന്നാൽ പേരുള്ള, മൈക്കൽ എന്നു പേരുള്ള ഒരു വ്യക്തി ഒരു ഗ്രാമത്തിൽ ജീവിച്ചിരുന്നു. ഹി ഹാഡ് ഹാഫ് എ ഡസൺ ഗുഡ് ഹെൽത്തി മിൽക്ക് കൗസ്. ഹി ഹാഡ്, അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു, ഹാഫ് എ ഡസൺ ഗുഡ്, ഹാഫ് എ ഡസൺ എന്നാൽ 6, 6 എന്നുള്ള അർത്ഥമാണ്. ഒരു ഡസൺ 12, അതിൻ്റെ നേർപകുതി 6 നല്ല പശുക്കൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഹെൽത്തി മിൽക്ക് കൗസ്, ഹെൽത്തി എന്നാൽ ഊർജ്ജസ്വലരായ, ആരോഗ്യമുള്ള എന്താണ്, അതുപോലെ മിൽക്ക് കൗസ് എന്നാൽ പാലിന് വേണ്ടിയിട്ട്, പാല് ലഭിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അതിനു വേണ്ടി വളർത്തുന്ന പശുക്കൾ എന്താണ്, അത്തരത്തിലുള്ള ആരോഗ്യമുള്ള പശുക്കളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. 6 പശുക്കൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. മൈക്കൽ ഹാഡ് എ സ്ട്രേഞ്ച് ഹാബിറ്റ് ഓഫ് പ്രേയിങ്. മൈക്കലിന് ഉണ്ടായിരുന്നു എ സ്ട്രേഞ്ച് ഹാബിറ്റ്. സ്ട്രേഞ്ച് എന്നാൽ വിചിത്രമായ, ഹാബിറ്റ് എന്നാൽ ശീലം എന്നാണ് അർത്ഥം ഇവിടെ ഹാബിറ്റിന്. ഓഫ് പ്രേയിങ്, പ്രാർത്ഥിക്കുന്ന ശീലം. പ്രൊട്ടക്ട് മീ മിസ്റ്റർ ലോങ് ആംസ്, ഇത് പറഞ്ഞ എന്താണ് അദ്ദേഹം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു വിചിത്രമായ ഒരു ശീലം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. വൺ ഡേ, ഒരു ദിവസം, എ കൗ റെസ്ലർ കെയിം ദർ ടു സ്റ്റീൽ എ ഫാറ്റ് മിൽക്ക് കൗ. വൺ ഡേ, ഒരു ദിവസം, എ കൗ റെസ്ലർ എന്നാൽ കന്നുകാലി മോഷ്ടാവ് എന്നുള്ള അർത്ഥം. അതായത് റെസ്ലർ എന്നാൽ കന്നുകാലി മോഷ്ടാവ്. ഇവിടെ പശുവിനെ മോഷ്ടിക്കുന്ന ഒരു വ്യക്തി, കെയിം ദർ, അവിടേക്ക് വന്നു, ടു സ്റ്റീൽ, മോഷ്ടിക്കാൻ, എ ഫാറ്റ് മിൽക്ക് കൗ. ഫാറ്റ് എന്നാൽ തടിച്ചു കൊയ്ത്ത ഒരു കറവ പശുവിനെ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം അവിടെ ഒരു കന്നുകാലി മോഷ്ടാവ് വന്നു. ഇൻസിഡൻ്റലി എന്നാൽ ആകസ്മികമായി എന്നുള്ള അർത്ഥമാണ്. ആകസ്മികമായി. എ ലയൺ ഓൾസോ സ്റ്റുഡ് നിയർ ബൈ ടു ഹണ്ട് ഫോർ എ കൗ. എ ലയൺ ആൾസോ, ഒരു സിംഹവും, സ്റ്റുഡ് നിന്നു, നിയർ ബൈ അടുത്തായിട്ട്, ടു ഹണ്ട് വേട്ടയാടാൻ വേണ്ടി, ഫോർ എ കൗ ഒരു പശുവിനെ വേട്ടയാടാൻ വേണ്ടിയിട്ട് അവിടെ അടുത്തായിട്ട് ആകസ്മികമായിട്ട് ഒരു സിംഹവും നിന്നു. ഇറ്റ് ഹാഡ് റെയിൻഡ് ഹെവിലി ദാറ്റ് നൈറ്റ് ആൻഡ് ഇറ്റ് വാസ് പിച്ച് ഡാർക്ക്. ഇറ്റ് ഹാഡ് റെയിൻഡ്, മഴ വർഷിച്ചിട്ടുണ്ടായിരുന്നു, ഹെവിലി ശക്തമായിട്ട് മഴ വർഷിച്ചിട്ടുണ്ടായിരുന്നു, ദാറ്റ് നൈറ്റ് അന്ന് രാത്രി, ആൻഡ് ഇറ്റ് വാസ് പിച്ച് ഡാർക്ക്. പിച്ച് ഡാർക്ക് എന്നാൽ അധികം കറുത്ത എന്നുള്ള അർത്ഥമാണ്. അന്ന് രാത്രി ഒരു മഴ വർഷിച്ചിട്ടുണ്ടായിരുന്നു വളരെ ശക്തമായിട്ട്. അവിടെ അധികം കറുത്ത ഇരുട്ടുമുണ്ടായിരുന്നു. അതൊരു അധികം കറുത്ത ഒരു ഇരുട്ടുള്ള സമയമായിരുന്നു. വെൻ ദ ലയൺ ഹേർഡ് ദ പ്രയർ ഓഫ് മൈക്കൽ പ്രൊട്ടക്ട് മീ മിസ്റ്റർ ലോങ് ആംസ്. വെൻ ദ ലയൺ ഹേർഡ്, സിംഹം കേട്ടപ്പോൾ, വെൻ എന്നാൽ ആ സമയത്ത്, വെൻ ദ ലയൺ ഹേർഡ്, സിംഹം കേട്ടപ്പോൾ, ദ പ്രയർ ഓഫ് മൈക്കലിൻ്റെ പ്രാർത്ഥന സിംഹം കേട്ടപ്പോൾ, പ്രൊട്ടക്ട് മീ മിസ്റ്റർ ലോങ് ആംസ്, ഈ പ്രാർത്ഥന സിംഹം കേട്ടപ്പോൾ. ഇറ്റ് വണ്ടേർഡ് ആസ് ടു ഹൂ മിസ്റ്റർ ലോങ് ആംസ് കുഡ് ബി. ഇറ്റ് വണ്ടേർഡ്, അത്, ആ സിംഹം ആശ്ചര്യപ്പെട്ടു, ആസ്, ടു ഹൂം മിസ്റ്റർ ലോങ് ആംസ് കുഡ് ബി, ആരായിരിക്കും മിസ്റ്റർ ലോങ് ആംസ്, അത് ചിന്തിച്ച്, അത് അങ്ങനെ വിചാരിച്ച് സിംഹം ആശ്ചര്യപ്പെട്ടു. മീൻവൈൽ ദ തീഫ് വാസ് ഗ്രോപ്പിംഗ് അറൗണ്ട് ടു ഫൈൻഡ് ദ ഫാറ്റ് കൗ. മീൻവൈൽ, അതേസമയം, ദ തീഫ് വാസ് ഗ്രോപ്പിംഗ്. ഗ്രോപ്പ് എന്നാൽ ഇവിടെ ഇരുട്ടിൽ തപ്പുക എന്നുള്ള അർത്ഥമാണ്. ദ തീഫ് വാസ് ഗ്രോപ്പിംഗ് അറൗണ്ട്, ചുറ്റുപാടും ഇരുട്ടിൽ തപ്പുകയായിരുന്നു ആ കള്ളൻ. എന്തിന്? ടു ഫൈൻഡ് ദ ഫാറ്റ് കൗ. ടു ഫൈൻഡ് എന്നാൽ കണ്ടെത്താൻ, ദ ഫാറ്റ് കൗ, ആ കറവ പശുവിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ആ കള്ളൻ ആ ഇരുട്ടിൽ തപ്പിത്തടവുകയായിരുന്നു. ഹി ഹാപ്പൻ ടു ഗ്രാബ് ദ ടെയിൽ ഓഫ് ദ ലയൺ.
ഹി ഹാപ്പൻ ടു ഗ്രാബ്, അതായത് അദ്ദേഹം അത് ചെയ്യാനിടയായി. എന്താണ് ടു ഗ്രാബ് പറഞ്ഞാൽ പിടിക്കുക. ദ ടെയിൽ ഓഫ് ദ ലയൺ, സിംഹത്തിൻ്റെ വാലിൽ പിടിക്കാനിടയായി. ഹി തോട്ട് ദാറ്റ് ഇറ്റ് വാസ് ദ കൗസ് ടെയിൽ ഹി വാണ്ടഡ് ടു സ്റ്റീൽ. ഹി തോട്ട് ദാറ്റ്, അദ്ദേഹം കരുതി, ഇറ്റ് വാസ് ദ കൗസ് ടെയിൽ, ടെയിൽ എന്ന വാല്, കൗസ് ടെയിൽ എന്നാൽ പശുവിൻ്റെ വാല്. ഹി വാണ്ടഡ് ടു സ്റ്റീൽ, സ്റ്റീൽ എന്നാൽ മോഷ്ടിക്കുക. അദ്ദേഹത്തിന് മോഷ്ടിക്കേണ്ട ആ പശുവിൻ്റെ വാലാണ് എന്ന് അദ്ദേഹം കരുതി. ഹി ടഗ്ഡ് അറ്റ് ദ ടെയിൽ, ഹി അദ്ദേഹം, ആ കള്ളൻ, ടഗ്ഡ്, ടഗ് എന്നാൽ ഇവിടെ ബലമായി വലിക്കുക എന്നുള്ള അർത്ഥമാണ്. ശക്തിയായി വലിച്ചു. ഹി ടഗ്ഡ്, അദ്ദേഹം ശക്തിയായി വലിച്ചു. അറ്റ് ദ ടെയിൽ, ആ വാല് പിടിച്ചിട്ട്, ആ സിംഹത്തിൻ്റെ വാല് പിടിച്ചിട്ട് പശുവാണ് എന്ന് കരുതി അദ്ദേഹം ശക്തമായിട്ട് വലിച്ചു. ഓൺ ദി അതർ ഹാൻഡ് ദ ലയൺ തോട്ട് ദാറ്റ് ഇറ്റ് വാസ് മിസ്റ്റർ ലോങ് ആംസ്. ഓൺ ദി അതർ ഹാൻഡ്, നേരെ മറിച്ച്, ദ ലയൺ തോട്ട്, സിംഹം കരുതി, ദാറ്റ് ഇറ്റ് വാസ് മിസ്റ്റർ ലോങ് ആംസ്, അത് മിസ്റ്റർ ലോങ് ആംസ് ആയിരിക്കുമെന്ന് സിംഹം കരുതി. മിസ്റ്റർ ലോങ് ആംസിനോടായിരുന്നു മൈക്കൽ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത്. പ്രൊട്ടക്ട് മീ മിസ്റ്റർ ലോങ് ആംസ് എന്നായിരുന്നു അദ്ദേഹം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത്. അപ്പോൾ സിംഹം കരുതി എന്താണ്, ആ വാലിൽ പിടിച്ചിരിക്കുന്നത് മിസ്റ്റർ ലോങ് ആംസ് ആണെന്ന്. ഹൂ ഹാഡ് ഗ്രാബ്ഡ് ഇറ്റ്സ് ടെയിൽ. ഹൂ ഹാഡ് ഗ്രാബ്ഡ് എന്നാൽ പിടിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ള അർത്ഥം. ഇറ്റ്സ് ടെയിൽ, അതിൻ്റെ വാല്, ആ സിംഹത്തിൻ്റെ വാല് പിടിച്ചിട്ടുണ്ടായിരുന്നത് മിസ്റ്റർ ലോങ്സ് ആണെന്ന് സിംഹം നേരെ മറിച്ച് കരുതി. സോ, ആയതിനാൽ ഹി സ്റ്റുഡ് സൈലൻ്റ്ലി. സ്റ്റുഡ് എന്നാൽ നിന്നു എന്നുള്ള അർത്ഥമാണ്. സൈലൻ്റ്ലി എന്നാൽ നിശബ്ദനായിട്ട്. ആയതിനാൽ സിംഹം നിശബ്ദനായിട്ട് നിന്നു. വെൻ ദ തീഫ് പുൾഡ് അറ്റ് ദ ടെയിൽ ദ ലയൺ റാൻ. വെൻ എന്നാൽ ആ സമയത്ത്, വെൻ ദ തീഫ് പുൾഡ് ഔട്ട് ദ ടെയിൽ, എന്താണ്, ആ വാല്, ആ കള്ളൻ വലിച്ചെടുത്തപ്പോൾ എന്താണ്, ദ ലയൺ റാൻ, സിംഹം ഓടി. ദ തീഫ് റാൻ ബിഹൈൻഡ് ഇറ്റ് ആൻഡ് ഹി സ്റ്റിൽ ഹോൾഡിംഗ് ദ ടെയിൽ. ദ തീഫ്, കള്ളൻ, റാൻ, ഓടി, ബിഹൈൻഡ് ഇറ്റ്, അതിന് പിറകിലായിട്ട് കള്ളൻ ഓടി, ആ സിംഹത്തിന് പിറകെ. ബിഹൈൻഡ് എന്നാൽ പിറകെ. ആൻഡ് ഹി സ്റ്റിൽ ഹോൾഡിംഗ് ദ ടെയിൽ, അദ്ദേഹം വാല് എന്താണ് വിടാതെ പിടിച്ചുകൊണ്ട് ആ സിംഹത്തിന് പിന്നാലെ കള്ളൻ ഓടി. വെൻ they reached the forest, the lion pulled hard to free his tail. When they reached the forest, അവർ വനത്തിൽ എത്തിയപ്പോൾ, the lion pulled hard to free his tail, സിംഹം ദൃഢമായിട്ട് ആ വാല് ഫ്രീ ആകാൻ വേണ്ടിയിട്ട്, കള്ളൻ്റെ പക്കൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്താണ്, സിംഹം ശക്തമായിട്ട് വലിച്ചു. The tail snapped in two. ദ ടെയിൽ, വാൽ, സ്നാപ്ഡ്. സ്നാപ്പ് എന്നാൽ ഇവിടെ അർത്ഥം അറ്റുപോകുക എന്നുള്ള അർത്ഥമാണ്. സ്നാപ്ഡ്, അറ്റുപോയി. ഇൻ ടു എന്താണ്, രണ്ടെണ്ണമായിട്ട് വാല് അറ്റുപോയി. ദ ഹാഫ് ടെയിൽഡ് ലയൺ റീച്ച്ഡ് ഇറ്റ്സ് ഡെൻ ആൻഡ് ടോൾഡ് അതർ ലയൺസ് എബൌട്ട് ദ മിസ്ഹാപ്പ്. ദ ഹാഫ് ടെയിൽഡ് ലയൺ എന്താണ്, പകുതി വാലുള്ള സിംഹം, റീച്ച്ഡ് എത്തിച്ചേർന്നു. ഇറ്റ്സ് ഡെൻ, ഡെൻ എന്നാൽ ഇവിടെ ഗുഹ എന്നുള്ള അർത്ഥമാണ്. ഇറ്റ്സ് എന്നാൽ അതിൻ്റെ, ആ സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് സിംഹം എത്തിച്ചേർന്നു. ആൻഡ് എന്നിട്ട് ടോൾഡ് പറഞ്ഞു, അതർ ലയൺസ് മറ്റുള്ള സിംഹങ്ങളോട് പറഞ്ഞു, എബൌട്ട് ദ മിസ്ഹാപ്പ്. മിസ്ഹാപ്പ് എന്നാൽ ഇവിടെ അപകടം എന്നുള്ള അർത്ഥമാണ്. ഈ അനിഷ്ട സംഭവത്തെ പറ്റിയിട്ട് മറ്റുള്ള സിംഹങ്ങളോട് ഈ പകുതി വാലുള്ള സിംഹം പറഞ്ഞു. ഓൾ ദ ലയൺസ് സെറ്റ് ഔട്ട് ടു സെർച്ച് ഫോർ ദ തീഫ്. ഓൾ ദ ലയൺസ് എല്ലാ സിംഹങ്ങളും സെറ്റ് ഔട്ട്. സെറ്റ് ഔട്ട് എന്നാൽ ഇവിടെ യാത്ര തിരിക്കുക എന്നുള്ള അർത്ഥമാണ്. സെറ്റ് ഔട്ട് യാത്ര തിരിച്ചു. ടു സെർച്ച് തിരയാൻ വേണ്ടി. ഫോർ ദ തീഫ് ആ കള്ളനെ തിരയാൻ വേണ്ടിയിട്ട് എല്ലാ സിംഹങ്ങളും യാത്ര തിരിച്ചു. മീൻ വൈൽ ദ തീഫ് ഹാഡ് ക്ലൈംബ്ഡ് എ ട്രീ വിത്ത് ദ ലയൺസ് ടെയിൽ ഇൻ ഹിസ് ഹാൻഡ്. മീൻ വൈൽ അതേസമയം, ദ തീഫ് ഹാഡ് ക്ലൈംബ്ഡ് കള്ളൻ, ഹാഡ് ക്ലൈംബ്ഡ് എന്നാൽ കയറിയിട്ടുണ്ടായിരുന്നു, എ ട്രീ ഒരു വൃക്ഷത്തിൽ, വിത്ത് ദ ലയൺസ് ടെയിൽ ആ സിംഹത്തിൻ്റെ വാലുമായിട്ട്, ഇൻ ഹിസ് ഹാൻഡ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ സിംഹത്തിൻ്റെ വാലുമായിട്ട് ആ കള്ളൻ ഒരു വൃക്ഷത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു. ദ ലയൺസ് കെയിം ടു ദാറ്റ് ട്രീ ഇൻ ദ കോഴ്സ് ഓഫ് ദെയർ സെർച്ച്.
ദ ലയൺസ് സിംഹങ്ങൾ കെയിം ടു ദാറ്റ് ട്രീ ആ വൃക്ഷത്തിനടുത്തേക്ക് വന്നു. ഇൻ ദ കോഴ്സ് ഓഫ് ദ സെർച്ച് അവരുടെ ആ തിരച്ചിലിൻ്റെ ഭാഗമായിട്ട് എല്ലാ സിംഹങ്ങളും ആ വൃക്ഷത്തിനടുത്തേക്ക് വന്നു. ദേ സോ ദ തീഫ് സിറ്റിംഗ് ഓൺ എ ബ്രാഞ്ച്. ദേ സോ അവർ കണ്ടു ദ തീഫ് ആ കള്ളനെ അവർ കണ്ടു സിറ്റിംഗ് ഓൺ എ ബ്രാഞ്ച് ഒരു വൃക്ഷത്തിൻ്റെ ശിഖരത്തിൽ ഇരിക്കുന്നതായിട്ട് അവർ കണ്ടു. നൗ ദ ലയൺസ് ട്രൈഡ് ടു മേക്ക് എ പിരമിഡ് ബൈ സ്റ്റാൻഡിങ് വൺ ഓവർ അനദർ ടു റീച്ച് ദ തീഫ്. നൗ ഇപ്പോൾ ദ ലയൺസ് സിംഹങ്ങൾ ട്രൈഡ് ശ്രമിച്ചു ടു മേക്ക് എ പിരമിഡ് ഒരു പിരമിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സിംഹങ്ങൾ ശ്രമിച്ചു. ബൈ സ്റ്റാൻഡിങ് നിന്നുകൊണ്ട് വൺ ഓവർ അനദർ എന്നാൽ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് എന്നുള്ള അർത്ഥമാണ്. എന്തിന്? ടു റീച്ച് ദ തീഫ് ആ കള്ളൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒന്നിനു മുകളിൽ ഒന്നായിക്കൊണ്ട് എല്ലാ സിംഹങ്ങളും ഒരു പിരമിഡ് ഉണ്ടാക്കി. ദ ഹാഫ് ടെയിൽഡ് ലയൺ വാസ് അറ്റ് ദ ബോട്ടം. ദ തീഫ് കോൾഡ് ദ ഹാഫ് ടെയിൽഡ് ലയൺ പകുതി വാലുള്ള സിംഹം വാസ് ആയിരുന്നു അറ്റ് ദ ബോട്ടം എന്നാൽ താഴെ എന്നുള്ള അർത്ഥമാണ്. താഴത്ത് ഏറ്റവും താഴെയായിട്ട് ആ പകുതി വാലുള്ള സിംഹമായിരുന്നു ഉണ്ടായിരുന്നത്. ദ തീഫ് കോൾഡ് ആ കള്ളൻ വിളിച്ചു ദ ഹാഫ് ടെയിൽഡ് ലയൺ ആ പകുതി വാലുള്ള സിംഹത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഹേ ഹാഫ് ടെയിൽ, മിസ്റ്റർ ലോങ് ആംസ് ഹാസ് നൗ കം ടു ഗെറ്റ് യുവർ ഇയേഴ്സ് ആസ് വെൽ. എന്താണ് വിളിച്ചുകൊണ്ട് പറഞ്ഞത്? ഹേ ഹാഫ് ടെയിൽ പകുതി വാലുള്ള സിംഹത്തെ വിളിക്കുകയാണ്. മിസ്റ്റർ ലോങ് ആംസ് ഹാസ് നൗ കം ഹാസ് നൗ കം എന്നാൽ ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നുള്ള അർത്ഥം. ലോങ് ആംസ് ഹാസ് നൗ കം ഇപ്പോൾ വന്നിട്ടുണ്ട്. ടു ഗെറ്റ് യുവർ ഇയേഴ്സ് ആസ് വെൽ നിൻ്റെ ചെവിയും പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മിസ്റ്റർ ലോങ് ആംസ് വന്നിട്ടുണ്ട്. ആസ് വെൽ എന്നാൽ അതും കൂടി എന്നുള്ള അർത്ഥമാണ്. ഇയേഴ്സ് ആസ് വെൽ ചെവിയും കൂടെ എന്നുള്ള അർത്ഥമാണ്. ദ ഹാഫ് ടെയിൽഡ് ലയൺ റാൻ അവേ. റൺ അവേ എന്നാൽ ഓടിപ്പോകുക, റാൻ അവേ എന്നാൽ ഓടിപ്പോയി. ദ ഹാഫ് ടെയിൽഡ് ലയൺ ആ പകുതി വാലുള്ള സിംഹം റാൻ അവേ ഓടി രക്ഷപ്പെട്ടു. ദ ലയൺസ് പിരമിഡ് കൊളാപ്സ് ഡൗൺ. ദ ലയൺ സിംഹത്തിൻ്റെ പിരമിഡ് കൊളാപ്സ് ഡൗൺ എന്നാൽ പൊളിഞ്ഞു വീഴുക എന്നുള്ള അർത്ഥമാണ്. പൊളിഞ്ഞു താഴേക്ക് വീണു. മോറൽ ഗുണപാഠം ഈ കഥയിൽ നിന്നും പഠിക്കാനുള്ള പാഠം. ദ ഫിയർ ഓഫ് ദ അൺനോൺ ഈസ് വേഴ്സ്. അൺനോൺ എന്നാൽ അറിയപ്പെടാത്ത എന്നുള്ള അർത്ഥമാണ്. അജ്ഞാതമായ ഇതൊക്കെയാണ് അർത്ഥം. ഫിയർ എന്നാൽ ഭയം. വേഴ്സ് എന്നാൽ കേടായ ചീത്തയായ ഇതൊക്കെയാണ് അർത്ഥം. അജ്ഞാതമായിട്ടുള്ള ഭയം ഒരു ചീത്തയായിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് ഇറ്റ് ഈസ് ഫോൾഡഡ് ബൈ കൺഫ്യൂഷൻ ആൻഡ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. അത് അറിയപ്പെടാത്ത അജ്ഞാതമായിട്ടുള്ള ഭയം ഒരു മോശപ്പെട്ട കാര്യമാണ് എന്ന് പറയാനുള്ള കാരണം. കാരണം ഇറ്റ് ഈസ് ഫ്യൂവൽഡ് ബൈ അത് നിറയ്ക്കപ്പെട്ടിരിക്കുന്നത് ബൈ കൺഫ്യൂഷൻ ആൻഡ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. കൺഫ്യൂഷൻ എന്നാൽ അമ്പരപ്പ്, മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്നാൽ തെറ്റിദ്ധാരണ. അത് നിറയ്ക്കപ്പെട്ടിരിക്കുന്നത് അജ്ഞാതമായിട്ടുള്ള ഭയം നിറയ്ക്കപ്പെട്ടിരിക്കുന്നത് തെറ്റിദ്ധാരണ കൊണ്ടും അതുപോലെ അമ്പരപ്പ് കൊണ്ടുമാണ്.